നമസ്കാരം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്, രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന കൺസെപ്റ്റാണ് പരിചയപ്പെട്ടത്. ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുതിയ കൺസെപ്റ്റാണ്. റിലേഷൻസ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മൾ രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പരിചയപ്പെട്ടിരുന്നു. A is equal to set 2, 3, 5, B is equal to set 2, 4, 6, 7, 8. A cross B എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ഫസ്റ്റ് എലമെൻറ്റും ബിയിൽ നിന്ന് സെക്കൻഡ് എലമെൻറ്റും എടുത്തുകൊണ്ട് ഫോം ചെയ്യുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓർഡേർഡ് പെയർ 2, 2, 2, 4, 2, 6, 2, 7, 2, 8, അതേപോലെ 3, 2, 3, 4, 3, 6, 3, 7, 3, 8, then 5, 2, 5, 4, 5, 6, 5, 7, 5, 8. അതായത് എല്ലാ ഓർഡേർഡ് പെയറുകളും ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്നായിരിക്കും എടുക്കുന്നത്, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അങ്ങനെ എല്ലാ ഓർഡേർഡ് പെയറുകളുടെയും ഫോം ചെയ്യുന്ന എല്ലാ ഓർഡേർഡ് പെയറുകളുടെയും സെറ്റാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് റിലേഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. റിലേഷൻ എന്ന വേർഡ് നമുക്ക് പരിചിതമാണ്. നമ്മൾ ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പല റിലേഷൻസ് പറയാറുണ്ട്. അപ്പോൾ റിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എ എന്ന സെറ്റിലെ എലമെൻറ്റിനെയും ബി എന്ന സെറ്റിലെ എലമെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എയിലെ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റായും ബിയിലെ എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റായും എടുത്തുകൊണ്ട് ആ രണ്ട് എലമെൻറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുന്ന രീതിയിൽ, ഒരു റിലേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് ഓർഡേർഡ് പെയറുകൾ എഴുതാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുക. R is equal to set ordered pair xy such that x element of A, y element of B, x is a divisor of y. R is equal to set of all ordered pair xy, ordered പെയറുകളുടെ സെറ്റാണ്. എങ്ങനെയാണ്? x element of A ആണ്, x ഫസ്റ്റ് സെറ്റിലെയാണ്, എയിലെയാണ്. y element of B ആണ്, y സെക്കൻഡ് സെറ്റ് ബിയിലേതാണ്. അത്രയും മാത്രം പറഞ്ഞു നിർത്തിയാൽ അത് എ ക്രോസ് ബി ആവും. കാരണം എയിൽ നിന്ന് ഫസ്റ്റ് എലമെൻറ്റും ബിയിൽ നിന്ന് സെക്കൻഡ് എലമെൻറ്റും എടുത്തുകൊണ്ട് ഫോം ചെയ്യുന്ന ഓർഡേർഡ് പെയറുകളുടെ സെറ്റായി മാറും. പക്ഷെ അവിടെ നിർത്തിയില്ല, ഒരു കാര്യം കൂടി പറയുകയാണ്. എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് വൈ. എക്സ് വൈയുടെ ഡിവൈസറാണ്. ഡിവൈസർ നമുക്കറിയാം, ഡിവൈസർ അല്ലെങ്കിൽ ഫാക്ടർ, മലയാളം മീഡിയംകാർക്ക് വേണ്ടി പറയുകയാണ്, ഘടകങ്ങൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 2 ഈസ് എ ഡിവൈസർ ഓഫ് 6 ആണ്. കാരണം 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഡിവൈസർ ഓഫ് 8 ആണ്. 3 ഡിവൈസർ ഓഫ് 9 ആണ്. കാരണം 3 ഡിവൈസർ ഓഫ് 9 പറയാൻ കാര്യം 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് വൈ. എക്സ് മീൻസ് എയിലെ എലമെൻ്റ് ആണ്, മീൻസ് ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്. അത് ഡിവൈസർ ഓഫ് വൈ ആവണം, വൈയുടെ ഡിവൈസർ ആവണം. വൈ സെക്കൻഡ് സെറ്റിലേതാണ്, ബിയിലേതാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റ് എ എന്ന സെറ്റിലെ എലമെൻ്റായ എക്സ് ബി എന്ന സെറ്റിലെ എലമെൻ്റായ വൈയുടെ ഡിവൈസർ ആവണം. എയിലെ എലമെൻറ്റ് ബിയിലെ എലമെൻറ്റ് ഡിവൈസർ ആവണം. അത്തരത്തിലുള്ള ഓർഡേർഡ് പെയറുകളാണ്. ഫസ്റ്റ് എലമെൻറ്റ് എയിലെയും സെക്കൻഡ് എലമെൻറ്റ് ബിയിലെ ആയിരിക്കണം. നമുക്ക് നോക്കാം. 2, 2 എഴുതാൻ പറ്റും, കാരണം 2 ഡിവൈസർ ഓഫ് 2 ആണ്. അപ്പോൾ നമുക്ക് 2, 2 എഴുതാം. 2, 4 എഴുതാൻ പറ്റും, കാരണം 2 ഡിവൈസർ ഓഫ് 4 ആണ്. 2, 6 എഴുതാൻ പറ്റും, 2 ഡിവൈസർ ഓഫ് 6 ആണ്. 2, 7 എഴുതാൻ പറ്റില്ല, 2, 7 ഡിവൈസർ അല്ല. ദെൻ 2, 8 എഴുതാൻ പറ്റും. ഇനി 3, 2 പറ്റില്ല, 3 ഡിവൈസർ ഓഫ് 2 അല്ല. 3, 4 പറ്റില്ല, 3, 6 പറ്റും. ദെൻ 3, 7 പറ്റില്ല, 3, 8 പറ്റില്ല, 5, 2 പറ്റില്ല, 5, 4, 5, 6, 5, 7, 5, 8 ഒന്നും പറ്റില്ല. ഇത്രയും എലമെൻറ്റുകളാണ്, ഇത്രയും ഓർഡേർഡ് പെയറുകളാണ് ഇതിൽ വരുന്നത്. ഓർഡേർഡ് പെയർ 2, 2, 2, 4, 2, 6, 2, 8, 3, 6. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സെറ്റ് ഫോം ചെയ്തത് എങ്ങനെയാണ്? ഫസ്റ്റ് എലമെൻറ്റ് എയിൽ നിന്ന് എടുത്തു, സെക്കൻഡ് എലമെൻറ്റ് ബിയിൽ നിന്ന് എടുത്തു, അങ്ങനെയുള്ള ഓർഡേർഡ് പെയറുകൾ. പക്ഷേ ആ ഓർഡേർഡ് പെയറുകളിലെ രണ്ട് എലമെൻറ്റുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഡിവൈസറാണ്. ദാറ്റ് മീൻസ് എയിൽ എലമെൻറ്റ് ബിയിൽ എലമെൻറ്റിൻ്റെ ഡിവൈസറാണ്. അത്തരത്തിലുള്ള ഓർഡേർഡ് പെയർസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുക.
അപ്പോൾ ഇങ്ങനെ നമുക്ക് റിലേഷൻ എന്നാണ് ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അതിനൊരു ഫോർമലായിട്ടൊരു ഡെഫിനിഷൻ ആവശ്യമാണ്. ഇവിടെ ഈ ആറിനെ ഒന്ന് ശ്രദ്ധിക്കുക. ആറിലെ എലമെൻറ്റുകളെല്ലാം എവിടെയുള്ള എലമെൻറ്റുകളാണ്? എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റുകളാണ്. പക്ഷേ എ ക്രോസ് ബി മുഴുവൻ വന്നിട്ടില്ല. എ ക്രോസ് ബിയിലെ ചില എലമെൻറ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആറിലെ എല്ലാ എലമെൻറ്റും എ ക്രോസ് ബിയിലുണ്ട്. ദാറ്റ് മീൻസ് ആറ് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു എ സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കണ്ടെങ്കിലും എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് വൈ എന്ന ബന്ധം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫോം ചെയ്തത്. പക്ഷെ എപ്പോഴും ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ബന്ധം വേണമെന്നൊന്നുമില്ല. നമുക്ക് പല രീതിയിൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ് എലമെൻറ്റ് ഓഫ് എ വൈ എലമെൻറ്റ് ഓഫ് ബി സച്ച് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ മീൻസ് എക്സ് പ്ലസ് വൺ. ദാറ്റ് മീൻസ് ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് വൺ ആണ് വൈ സെക്കൻഡ് എലമെൻറ്റ്. അങ്ങനെ ഒരു റിലേഷൻ പറഞ്ഞാൽ എക്സ് 2 എന്നെടുത്താൽ വൈ 2 പ്ലസ് 1 3 കിട്ടും. അപ്പോൾ 2 3 പക്ഷേ ഇല്ല. എക്സ് 3 ഇല്ല എന്ന് പറയാൻ കാര്യം സെക്കൻഡ് സെറ്റ് 3 ഇല്ല. എക്സ് 3 എന്നെടുത്താൽ വൈ എക്സ് പ്ലസ് 1 3 പ്ലസ് 1 4 എന്ന് കിട്ടും. അവിടെ സെക്കൻഡ് സെറ്റിൽ 4 ഉണ്ട്. അപ്പോൾ 3 4 എഴുതാൻ പറ്റും. പിന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് 5 6. ഇത് രണ്ടും മാത്രമേ വരൂ. സെറ്റ് ഓർഡേർഡ് പെയർ 3 4 5 6 അങ്ങനെ എഴുതാം. അതും എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. അതിനെയും നമുക്ക് റിലേഷൻ എന്ന് പറയാം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ബന്ധം ഇങ്ങനെ ഒരു കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിക്സഡ് ബന്ധം വേണമെന്നൊന്നുമില്ല. എങ്ങനെ എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെയും നമ്മൾ റിലേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു സെറ്റ് എഴുതുക. സെറ്റ് ഓർഡേർഡ് പെയർ 2 6 5 4 3 8 ഇങ്ങനെ ഒരു സെറ്റ് എഴുതിയാൽ അതൊരു റിലേഷനാണ്. കാരണം 2 6 ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്, സെക്കൻഡ് എലമെൻറ്റ് 6 ബി എന്നാണ്. അടുത്ത 5 4 ഫസ്റ്റ് എലമെൻറ്റ് 5 എ എന്നും സെക്കൻഡ് എലമെൻറ്റായ 4 ബി എന്നുമാണ്. 3 8 ഫസ്റ്റ് എലമെൻറ്റായ 3 എ എന്നും സെക്കൻഡ് എലമെൻറ്റായ ബി 8 ബി എന്നുമാണ്. അപ്പോൾ അതും എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ്. അപ്പോൾ ഇങ്ങനെ എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റിനെയും വിളിക്കുന്ന പേരാണ് റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് റിലേഷൻ്റെ ഫോർമൽ ഡെഫിനിഷൻ. അപ്പോൾ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു എ സെറ്റ് ക്യാപിറ്റൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, റിലേഷനിലെ എലമെൻറ്റുകളെല്ലാം എ ക്രോസ് ബിയിലുള്ളതാണ്. ദാറ്റ് മീൻസ് റിലേഷനിലെ എലമെൻറ്റുകളെല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആണ്. ഒരു റിലേഷനിലെ എലമെന്റ് എപ്പോഴും ഒരു ഓർഡേർഡ് പെയർ ആക്കി. നമ്മളിവിടെ കണ്ടല്ലോ 6 എലമെന്റുകൾ നോക്കുക. ഓർഡേർഡ് പെയർ 2 2 2 4 2 6 2 8 3 6 എല്ലാം ഓർഡേർഡ് പെയറുകളാണ്. ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന ഫോമിലായിരിക്കും. അതിലെ ഫസ്റ്റ് എലമെന്റ് എക്സ് എ എന്നായിരിക്കും, സെക്കൻഡ് എലമെന്റ് ആയ വൈ ബി എന്നായിരിക്കും. അത് റിലേഷൻ ഫ്രം എ ടു ബി ആ. തിരിച്ച് റിലേഷൻ ഫ്രം ബി ടു എ ആകാം. അപ്പോൾ തിരിഞ്ഞു വരണം. ഫ്രം ബി ടു എ എന്ന് പറയുമ്പോൾ അത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആവണം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ബി എന്ന് എടുക്കണം, സെക്കൻഡ് എലമെന്റ് എ എന്ന് എടുക്കണം. അതാണ് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. ഇനി അപ്പോൾ അങ്ങനെ ഒരു റിലേഷനിലെ എലമെന്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ആർ എന്ന റിലേഷനിലെ എലമെന്റ് ആണെങ്കിൽ, if ordered pair xy element of R, അപ്പോൾ നമ്മൾ പറയും x is related to y by the relation R എന്ന് പറയും. അപ്പോൾ ഓർഡേർഡ് പെയർ എക്സ് വൈ ആർ എന്ന റിലേഷനിലെ എലമെന്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? വി സേ ദാറ്റ് എക്സ് ഈസ് റിലേറ്റഡ് ടു വൈ ബൈ ദ റിലേഷൻ ആർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ഈസ് ഇവിടെ ഓർഡേർഡ് പെയർ 2 2 എലമെന്റ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 2 ഈസ് റിലേറ്റഡ് ടു 2 ബൈ ദ റിലേഷൻ ആർ. അതുപോലെ 2 ഈസ് റിലേറ്റഡ് ടു 4, 2 ഈസ് റിലേറ്റഡ് ടു 6, 2 ഈസ് റിലേറ്റഡ് ടു 8, 3 ഈസ് റിലേറ്റഡ് ടു 6. ഇവിടെ ശ്രദ്ധിക്കുക, 2 4 ആറിലെ എലമെന്റ്. അപ്പോൾ നമ്മൾ 2 ഈസ് റിലേറ്റഡ് ടു 4 എന്ന് പറയും, പക്ഷെ തിരിച്ച് പറയാൻ പാടില്ല. എന്ത്? 4 ഈസ് റിലേറ്റഡ് ടു 2. 4 ഈസ് റിലേറ്റഡ് ടു 2 എന്ന് പറയണമെങ്കിൽ ഓർഡേർഡ് പെയർ 4 2 ആറിലുണ്ടാവണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് വൈ എന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ടെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ എന്നാണ് പറയുന്നത്, തിരിച്ച് പറയത്തില്ല. തിരിച്ച് പറയണമെങ്കിൽ എന്ത് വേണം? വൈ റിലേറ്റഡ് ടു എക്സ് എന്ന് പറയണമെങ്കിൽ ആ വൈ എക്സ് ആറിലുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് റിലേറ്റഡ് ടു സെക്കൻഡ് എലമെന്റ്, അങ്ങനെ പറയുക. അപ്പോൾ if ordered by xy is an element of R, we say that x is related to y by the relation R. അതിനൊരു സിമ്പിൾ ഉണ്ട്, we denote it as XRY. ഇപ്പോൾ ഇവിടെ നമുക്ക് 2R2 എന്ന് എഴുതാം. 2 4 എലമെന്റ് ആയതുകൊണ്ട് 2
2R4 എന്ന് എഴുതാം. 2 6 എലമെൻ്റ് ആയതുകൊണ്ട് 2R6 എന്ന് എഴുതാം. അതുപോലെ 2R8 എന്ന് എഴുതാം. അതുപോലെ 3R6 എന്ന് എഴുതാം. തിരിച്ച് 4R2 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം 4 റിലേറ്റഡ് ടു 2 അല്ല, കാരണം 4 2 എന്ന ഓർഡേഡ് പെയർ ആറിൽ ഇല്ല. അതുകൊണ്ട് അങ്ങനെ തിരിച്ചെഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആറിലെ എലമെൻ്റാണ്, റിലേഷനിലെ എലമെൻ്റാണ് ഓർഡേഡ് പെയർ എക്സ് വൈ എങ്കിൽ നമ്മൾ പറയും എക്സ് ഈസ് റിലേറ്റഡ് ടു വൈ എന്ന് പറയും, എക്സ് ആർ വൈ എന്നെഴുതും. ഇനി ഇതിൽ എക്സ് വൈ എന്ന ഓർഡേഡ് പെയർ ആർ എന്ന റിലേഷനിലെ എലമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വൈയെ നമ്മൾ എക്സിൻ്റെ ഇമേജ് എന്ന് വിളിക്കും. അതായത് സെക്കൻഡ് എലമെൻറ്റിനെ, ആ ഓർഡേഡ് പേരിലെ രണ്ടാമത്തെ എലമെൻറ്റിനെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ ഇമേജ് എന്ന് വിളിക്കും. വൈ ഈസ് കാൾഡ് ഇമേജ് ഓഫ് എക്സ്. തിരിച്ച് എക്സ് ഈസ് കാൾഡ് പ്രീ ഇമേജ് ഓഫ് വൈ. വൈയെ നമ്മൾ എക്സിൻ്റെ ഇമേജ് എന്നും എക്സിനെ നമ്മൾ വൈയുടെ പ്രീ ഇമേജ് എന്നും വിളിക്കും. അപ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈ റിലേഷൻ എലമെൻ്റ് ആണെങ്കിൽ എക്സിൻ്റെ ഇമേജ് എന്ന് വിളിക്കും, അതായത് ഇമേജ് എന്ന് വിളിക്കും. തിരിച്ച് ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റിന്റെ പ്രീ ഇമേജ് എന്ന് വിളിക്കും. അപ്പോൾ ഈ റിലേഷനിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ 2 എലമെന്റ് ആണ്. ഇപ്പൊ സെക്കൻഡ് എലമെന്റ് ആയ 2 ഫസ്റ്റ് എലമെന്റ് ആയ 2ന്റെ ഇമേജ് ആണ്. 2ന്റെ ഇമേജ് ആണ് 2. ഇവിടെ 2 4 ഉണ്ട്, അതുകൊണ്ട് പറയും ഈ 2ന്റെ ഇമേജ് ആണ് 4. തിരിച്ചു പറഞ്ഞാൽ 4ന്റെ പ്രീ ഇമേജ് ആണ് 2. അതുപോലെ 2 6 എന്ന ഓർഡേഡ് പേരുള്ളതുകൊണ്ട് 2ന്റെ ഇമേജ് ആണ് 6. തിരിച്ച് 6ന്റെ പ്രീ ഇമേജ് ആണ് 2. അതേപോലെ 2ന്റെ ഇമേജ് ആണ് 8. തിരിച്ച് 8ന്റെ പ്രീ ഇമേജ് ആണ് 2. അതുപോലെ 3യുടെ ഇമേജ് ആണ് 6. തിരിച്ച് 6ന്റെ പ്രീ ഇമേജ് ആണ് 3. അപ്പോൾ ശരിക്കും ഇവിടെ 2ന് 4 ഇമേജുകളുണ്ട്. 2ന്റെ 2 ഉണ്ട്, 2ന്റെ ഇമേജ് 4 ഉണ്ട്, 2ന്റെ ഇമേജ് 6 ഉണ്ട്, 2ന്റെ ഇമേജ് 8 ഉണ്ട്. പക്ഷെ 3ക്ക് ഒരു ഇമേജേ ഉള്ളൂ 6. എന്നാൽ ഐ എന്ന സെറ്റിൽ മറ്റൊരു എലമെന്റ് കൂടി ഉണ്ടായിരുന്നു 5. അതിന് ഇമേജുകളൊന്നും തന്നെ ഇല്ല. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ റിലേഷനാണ് എഴുതിയിരിക്കുന്നത്. എ ഇസിക്കൽ സെറ്റ് 2 3 5, ബി ഇസിക്കൽ സെറ്റ് 2 4 6 7 8, ആർ ഇസിക്കൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 2 2 2 4 2 6 2 8 3 6. ഇതിൽ നമ്മൾ പറഞ്ഞു 2ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 4 ഉണ്ട്, 2ന്റെ ഇമേജ് 6 ഉണ്ട്, 2ന്റെ ഇമേജ് 8 ഉണ്ട്, 3യുടെ ഇമേജ് 6 ഉണ്ട്. ഇനി ഈ റിലേഷനിൽ ഈ ഓർഡേഡ് പെയറുകളിലെ ആദ്യത്തെ എലമെന്റുകൾ അതിനൊരു സെറ്റായിട്ട് എഴുതിയാൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കമ്പോണൻസ് ഓഫ് ദ ഓർഡേഡ് പെയർസ് ഇൻ എ റിലേഷൻ ഈസ് കാൾഡ് ഡൊമൈൻ. ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കമ്പോണൻസ് ആണ് ആദ്യത്തെ കമ്പോണന്റുകൾ ഓഫ് ദ ഓർഡേഡ് പെയർ, ആ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റുകൾ ഇൻ എ റിലേഷൻ. ആ റിലേഷനിലെ ഓർഡേഡ് പെയറുകളുടെ ഫസ്റ്റ് കമ്പോണന്റ് സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് കമ്പോണന്റ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് 2 ആണ്, രണ്ടാമത്തതിലും 2 തന്നെയാണ്, മൂന്നാമത്തതിലും 2 തന്നെയാണ്, നാലാമത്തതിലും 2 തന്നെയാണ്. 2 4 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അഞ്ചാമത്തതിൽ 3 ആണ്. അപ്പോൾ 2ഉം 3ഉം ആണ് ഫസ്റ്റ് കമ്പോണന്റുകൾ. അതുകൊണ്ട് ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് 2 3. അതായത് റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്ന് സെക്കൻഡ് എലമെന്റ് ബി എന്നാണല്ലോ. എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് എപ്പോഴും എയുടെ സബ്സെറ്റ് ആയിരിക്കും. മാക്സിമം വന്നാൽ ഈക്വൽ ടു എ വരെ ആവാം. എയുടെ സബ്സെറ്റ് ആയിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി ഈ ഓർഡേഡ് പേരിലെ രണ്ടാമത്തെ കമ്പോണന്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് കമ്പോണൻസ് ഓഫ് ദ ഓർഡേഡ് പേഴ്സ് ഇൻ എ റിലേഷൻ ഈസ് കാൾഡ് റേഞ്ച്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സെക്കൻഡ് കമ്പോണന്റ്? 2 4 6 8 6 വീണ്ടും വന്നിരിക്കുന്നു, എഴുതണ്ട. അപ്പോൾ സെറ്റ് 2 4 6 8 ആണ് റേഞ്ച്. സെക്കൻഡ് കമ്പോണന്റുകളുടെ സെറ്റാണ്. സെക്കൻഡ് കമ്പോണന്റ് ബി എന്നാണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഡൊമൈൻ എയുടെ സബ്സെറ്റും റേഞ്ച് ബിയുടെ സബ്സെറ്റും ആയിരിക്കും. ഇവിടുത്തെ റേഞ്ച് സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ 2 4 6 8 ആണ്. റേഞ്ച് ഇസിക്കൽ ടു സെറ്റ് 2 4 6 8. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ അത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയുമ്പോൾ റിലേഷനിൽ എലമെന്റുകളെല്ലാം എ ക്രോസ് ബിയിലുള്ളതാണ്. എ ക്രോസ് ബിയിലുള്ളത് ഓർഡേഡ് പെയറുകളാണ്. അപ്പോൾ റിലേഷനിലെ എലമെന്റുകളെല്ലാം ഓർഡേഡ് പെയറുകളാണ്. ആ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് എ എന്നായിരിക്കും, സെക്കൻഡ് കമ്പോണന്റ് ബി എന്നായിരിക്കും. അപ്പോൾ എല്ലാ ഓർഡേഡ് പെയറുകളും വേണമെന്നില്ല.
എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എ ക്രോസ് ബിയിലെ കുറച്ച് ഓർഡേർഡ് പെയറുകൾ ഉൾക്കൊള്ളുന്ന ഒരു സെറ്റാണ്. അതിനെയാണ് റിലേഷൻ എന്ന് വിളിക്കുക. അങ്ങനെ എക്സ് വൈ എന്ന ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ് ഈസ് റിലേറ്റഡ് ടു വൈ എന്ന് പറയും. ഇതിലെ ഫസ്റ്റ് കമ്പോണന്റുകളുടെ സെറ്റിനെ ഡൊമൈൻ എന്നും സെക്കൻഡ് കമ്പോണന്റുകളുടെ സെറ്റിനെ നമ്മൾ റേഞ്ച് എന്നും വിളിക്കും. ഡൊമൈൻ എയുടെ സബ്സെറ്റ് ആയിരിക്കും, റേഞ്ച് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇത് തിരിച്ച് റിലേഷൻ ഫ്രം ബി ടു എ ആണെങ്കിൽ, ബിയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണെങ്കിൽ അത് തിരിഞ്ഞു വരും. കാരണം ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ അത് ബി ക്രോസ് എയുടെ സബ്സെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ബി എന്നും സെക്കൻഡ് കമ്പോണന്റ് എ എന്നായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ ബിയുടെ സബ്സെറ്റും റേഞ്ച് എയുടെ സബ്സെറ്റുമായി മാറും. ഇനി നമ്മൾ പഠിക്കാനുള്ള കോഡൊമൈൻ ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റിനെ, എയിൽ നിന്ന് ബിയിലേക്കാണല്ലോ റിലേഷൻ, ആ ബി എന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റുകളുടെ സെറ്റ് ഡൊമൈൻ, സെക്കൻഡ് കമ്പോണന്റുകളുടെ സെറ്റ് റേഞ്ച്, ഡൊമൈൻ എയുടെ സബ്സെറ്റ്, റേഞ്ച് ബിയുടെ സബ്സെറ്റ്, ബിയെ വിളിക്കുന്ന പേര് കോഡൊമൈൻ. റിലേഷൻ ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ എ ആയിരിക്കും കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുന്നത് ബി തന്നെ ആണ്. ഇനി നമ്മളിപ്പോൾ ഈ കണ്ട ഈ റിലേഷനെ നമ്മളിപ്പോൾ ഓർഡേർഡ് പെയറുകളുടെ രൂപത്തിലാണ് നമ്മൾ റിലേഷനെ എഴുതിയത്. ഫസ്റ്റ് എലമെന്റ് എയിലെ സെക്കൻഡ് എലമെന്റ് ബിയിലെ എടുത്ത് ഓർഡേർഡ് പെയറുകളുടെ ഫോമിലാണ് നമ്മൾ റിലേഷനെ നമ്മൾ എഴുതിയത്. എന്നാൽ ആ റിലേഷനെ കാണിക്കുന്നതിന് മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, ആരോ ഡയഗ്രാം എന്നറിയപ്പെടും. അത് വെൻ ഡയഗ്രാം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൽ ചെയ്യുന്നത് എയും ബിയും രണ്ട് സെറ്റുകളാണ്. ആ രണ്ട് സെറ്റുകളെ നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. എ സെറ്റ് 2 3 5 ആണ്. വെൻ ഡയഗ്രത്തിൽ എ മാർക്ക് ചെയ്തു, സെറ്റ് 2 3 5. ദെൻ ബി മാർക്ക് ചെയ്തു, സെറ്റ് 2 4 6 7 8. എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ. അപ്പോൾ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ട് ആർ എന്നവിടെ കൊടുക്കുന്നു. ആ റിലേഷന്റെ പേരാണ് അവിടെ കൊടുത്തത്, ആർ. ഇനി നമ്മൾ ഈ ഓർഡേർഡ് പേരുകൾ ഉപയോഗിച്ച് ആദ്യത്തത് 2 2 ആണ്. 2ന്റെ റിലേറ്റഡ് ആയിട്ടാണ് 2, അല്ലെങ്കിൽ 2ന്റെ ഇമേജ് ആണ് 2. അപ്പോൾ എയിലെ 2ൽ നിന്നും ബിയിലെ 2ലേക്ക് ഒരു ആരോ മാർക്ക് കാണിക്കുന്നു. അടുത്ത 2 4 ആണ്. ദാറ്റ് മീൻസ് 2ന്റെ ഇമേജ് ആണ് 4. അപ്പോൾ എയിലെ 2ൽ നിന്ന് ബിയിലെ 4ലേക്ക് ഒരു ആരോ മാർക്ക്. ദെൻ 2ന്റെ ഇമേജ് ആണ് 6. അപ്പോൾ 2ൽ നിന്ന് 6ലേക്ക് ഒരു ആരോ മാർക്ക്. ദെൻ 2ന്റെ ഇമേജ് ആണ് 8. അപ്പോൾ 2ൽ നിന്ന് 8ലേക്ക് ഒരു ആരോ മാർക്ക്. 2ന് 4 ഇമേജുകൾ ഉണ്ട്. അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്, 3 6 ആണ്. 3യുടെ ഇമേജ് 6 ആണ്. അപ്പോൾ എയിലെ 3ൽ നിന്ന് ബിയിലെ 6ലേക്കൊരു ആരോ മാർക്ക്. എന്നാൽ 5ന് ഇമേജുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച്, ദാറ്റ് മീൻസ് ഫസ്റ്റ് കമ്പോണന്റ് എയിലതും സെക്കൻഡ് കമ്പോണന്റ് അത് ബിയിലതുമാണ്. ഫസ്റ്റ് കമ്പോണന്റിന്റെ ഇമേജ് ആണ് സെക്കൻഡ് കമ്പോണന്റ്. അപ്പോൾ ഇമേജ് നമ്മൾ ഇപ്പോൾ 2 4, 2ന്റെ ഇമേജ് 4 ആണെങ്കിൽ 2ൽ നിന്ന് 4ലേക്ക്, എയിലേതാണ് 2, ബിയിലേതാണ് 4. അപ്പോൾ 2ൽ നിന്ന് 4ലേക്ക് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണിക്കുന്നു. അതിന്റെ അർത്ഥം 2ഉം 4ഉമായി റിലേറ്റഡ് ആണ്, 2ന്റെ ഇമേജ് ആണ് 4 എന്നാണ്. ഇപ്പോൾ ഇവിടെ 2ന് 4 ഇമേജസ് ഉണ്ട്, 3ക്ക് ഒരു ഇമേജേ ഉള്ളൂ, പക്ഷെ 5ന് ഇമേജുകളൊന്നുമില്ല. അപ്പോൾ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റുകൾക്ക് ഒരു എലമെന്റിന് എത്ര ഇമേജുകൾ വേണമെങ്കിലും ആകാം. ഇപ്പോൾ കണ്ടല്ലോ, 2ന് 4 ഇമേജ് ഉണ്ടായിരുന്നു, 3ക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഇമേജുകൾ വേണമെങ്കിലും ഒരു എലമെന്റിന് ആവാം, അതൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ 5ന് ഇമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. തിരിച്ചതുപോലെ നമ്മൾ ഇപ്പോൾ എയിലെ 2ന്റെ ഇമേജ് അല്ലേ 4, തിരിച്ച് 4ന്റെ പ്രീ ഇമേജ് 2 എന്ന് പറയും, 6ന്റെ പ്രീ ഇമേജ് 2 എന്ന് പറയും. 6ന് 2 പ്രീ ഇമേജ് ഉണ്ട്, 2 ഉണ്ട് 3ഉം ഉണ്ട്. 2നൊരു പ്രീ ഇമേജ് ഉള്ളൂ, 4നൊരു പ്രീ ഇമേജ്, 6ന് 2 പ്രീ ഇമേജുകളുണ്ട്. കാരണം 2ന്റെ ഇമേജും 6 ആണ്, 3യുടെ ഇമേജും 6 ആണ്. അപ്പോൾ 6ന്റെ പ്രീ ഇമേജുകൾ 2ഉം ഉണ്ട് 3ഉം ഉണ്ട്. 8ന് ഒരു പ്രീ ഇമേജ് ഉള്ളൂ 2, 7ന് പ്രീ ഇമേജ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ബിയിലെ എലമെന്റുകൾക്ക് എത്ര പ്രീ ഇമേജ് വേണമെങ്കിലും ആകാം, പ്രീ ഇമേജ് ഉണ്ടാവാതെയും ഇരിക്കാം, അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇതിനെ അടുത്ത് പറയാൻ കാര്യം, നമ്മൾ അടുത്ത സെക്ഷനിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ റിലേഷൻ തന്നെയാണ്, പക്ഷേ ചില പ്രത്യേകതകൾ ഉള്ളപ്പോഴാണ് അതിനെ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഭാഗം പറയേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. റിലേഷൻ എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റുകൾക്ക് എത്ര ഇമേജുകൾ വേണമെങ്കിലും ആകാം, ഒരു എലമെന്റിന് ഇമേജ് ഇല്ലാതെയും വരാം, അത് പ്രശ്നമല്ല. അതുപോലെ ബിയിലെ എലമെന്റുകൾക്ക് എത്ര പ്രീ ഇമേജ് വേണമെങ്കിലും ഉണ്ടാവാം, ഏതെങ്കിലും ഒരു എലമെന്റിന് പ്രീ ഇമേജ് ഇല്ലാതെയും വരാം. അപ്പോൾ ഒരു റിലേഷനെ ചിത്രീകരിക്കാനുള്ള 2 മാർഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിലൊന്ന് ആ ഓർഡേർഡ് പെയറുകളുടെ ഫോമിൽ എഴുതുക എന്നുള്ളതാണ്. ഇത് റോസ്റ്റർ ഫോം തന്നെയാണ്, നമ്മൾ സെറ്റിൽ പഠിച്ച റോസ്റ്റർ ഫോമാണ്. മറ്റൊന്നാണ് ആരോ ഡയഗ്രാം ഉപയോഗിച്ച റിലേഷൻ നമുക്ക് കാണിക്കാം. ഇനി ഈ റിലേഷനെ തന്നെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ കാണിക്കും. സെറ്റ് ബിൽഡർ ഫോമിൽ കാണിച്ചതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഏത്?
നമ്മൾ ഈ കണ്ടത് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ വൈ എലമെന്റ് ഓഫ് ബി എക്സ് ഇസ് എ ഡിവൈസർ ഓഫ് വൈ എന്ന ഫോമിൽ ഒരു നമുക്ക് റിലേഷനെ കാണിക്കാം. പക്ഷേ സെറ്റ് ബിൽഡർ ഫോമിൽ കാണിക്കണമെങ്കിൽ ഫസ്റ്റ് എലമെൻ്റായ എക്സും സെക്കൻഡ് എലമെൻ്റായ വൈയും തമ്മിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുന്ന ഒരു റൂൾ ഉപയോഗിച്ച് പറയാൻ കഴിയുന്ന ഒരു ബന്ധം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കത് പറയാൻ പറ്റും. എല്ലാ റിലേഷനും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പറഞ്ഞല്ലോ, എ ക്രോസ് ബിയുടെ ഏത് സബ്സെറ്റിനെയും നമ്മൾ റിലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു റൂള് ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ അത്തരം റിലേഷനുകളെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിച്ച് എഴുതാം. അപ്പോൾ ആരോ ഡയഗ്രാം എന്താണെന്ന് പരിചയപ്പെട്ടു. ഇനി ഒന്നൊരു കാര്യം കൂടി പറഞ്ഞത് നമുക്ക് നിർത്താം. നമ്മൾ പറഞ്ഞു എ ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് റിലേഷൻ എന്ന് പറയുന്നത് എന്ന്. നമുക്കറിയാം എ ക്രോസ് ബി തന്നെ എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. ഒരു സെറ്റ് ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റാണ്. അതുകൊണ്ട് എ ക്രോസ് ബി തന്നെ ഒരു റിലേഷനാണ്. ആ റിലേഷനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കും. എ ക്രോസ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതുകൊണ്ട് എ ക്രോസ് ബി ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. എ ക്രോസ് ബി തന്നെ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. ആൻഡ് ഇസ് കാൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. ദാറ്റ് മീൻസ് എല്ലാ ഓർഡേർഡ് പേര് ഉൾക്കൊള്ളുന്ന റിലേഷൻ. ഇനി ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ് നൾ സെറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയുടെയും സബ്സെറ്റാണ് നൾ സെറ്റ്. അതുകൊണ്ട് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നൾ സെറ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് നൾ സെറ്റും ഒരു റിലേഷനാണ്. ആ റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ എന്ന് വിളിക്കും. നൾ സെറ്റ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി ആൻഡ് ഇസ് കാൾഡ് എം ടി റിലേഷൻ. അവസാനമായി ഒരു കാര്യം കൂടി, ഒരു എ എന്ന് പറയുന്ന ഒരു സെറ്റിന് എം എലമെന്റ് ഉണ്ടെന്നും ബി എന്ന് പറയുന്ന ഒരു സെറ്റിന് എൻ എലമെന്റ് ഉണ്ടെന്നും വിചാരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്രോസ് ബിയിലെ എലമെന്റുകളുടെ എണ്ണം എം ഇൻറ്റു എൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ബി ഹാസ് എം ഇൻറ്റു എൻ എലമെന്റ്സ്. എയിലെയും ബിയിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എ ക്രോസ് ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടും. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് വിളിക്കുക. എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും? നമ്മൾ പഠിച്ചല്ലോ, ഒരു സെറ്റിൽ എൻ എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്. അപ്പോൾ എ ക്രോസ് ബിക്ക് mn എലമെന്റുകളുണ്ട്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2mn ആയിരിക്കും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 2mn. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെ റിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ റിലേഷനുകളുടെ എണ്ണം എന്നാണ്. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനുകളുടെ എണ്ണം 2mn ആയിരിക്കും. അതൊരു ഫോമുലയായിട്ട് ഓർത്ത് വയ്ക്കുക. എയിൽ എം എലമെന്റും ബിയിൽ എൻ എലമെന്റുകളും ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനുകളുടെ എണ്ണം 2mn. അത് ഫോമുല പഠിക്കുമ്പോൾ എങ്ങനെ കിട്ടിയെന്ന് കൂടി അറിഞ്ഞിരിക്കുക. എയിൽ എമ്മും ബിയിൽ എന്നും എലമെന്റും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ mn എലമെന്റുകൾ ഉണ്ടാവും. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം 2mn ആണ്. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെയാണ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം 2mn എന്ന് പറഞ്ഞാൽ റിലേഷനുകളുടെ എണ്ണം 2mn എന്ന് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റിലേഷനെ കുറിച്ച് പഠിക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ.